ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട എനിക്കുള്ള സംശയം, പ്രധാനമുള്ള സംശയം പറഞ്ഞാൽ ഈ കാസർഗോഡും കണ്ണൂരും ജോലി ചെയ്ത കൂട്ടത്തിൽ കുറേ രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ചെങ്കച്ചൂള മുതൽ ഓരോ ചൂളയുടെ കാര്യത്തിലും സമൂഹത്തിന് ചെയ്യാൻ വയ്യാത്ത ചെയ്ത രേഖയുണ്ട്. അയാളിതാ ആരെയും സഹായിക്കത്തില്ല, അയാൾ കാശും വേണ്ട, ആ രേഖകളുണ്ട്. പക്ഷേ കണ്ണൂർ വെച്ച് അയക്കത് എടുക്കാൻ ഒക്കത്തില്ല. കണ്ണൂർ വെച്ച് അയകൾ എടുത്താൽ കണ്ണൂരാൾ അവിടുന്ന് ചത്തേനമായിരുന്നു. ഒന്ന് ദിവ്യ പറഞ്ഞ കാര്യം എന്തുവാ, 2 ദിവസം ചോദിച്ച് ഇല്ലേ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ എന്താ പറയുക, ദിവ്യ 2 ദിവസം 2 ദിവസം കാണിക്കാന്നാണ് പറഞ്ഞത്. അത്രയും പോലും സമയം കൊടുത്തല്ലോ ആ പാപത്തിന്. ദിവ്യ പറഞ്ഞ് 2 ദിവസമല്ലോ, ആ 2 ദിവസം അങ്ങനെ കൊടുത്തില്ലേ, കൊന്നില്ലേ, ഇതല്ലേ മര്യാദ? അതിന് വേറെ ന്യായം എന്തുവാ? അതിന് വേറെ ന്യായമൊന്നുമില്ല. കൊന്നു എന്നുള്ള അയാളെ അവിടുന്ന് പോകുന്ന ആവശ്യമില്ലാത്ത അയാളുടെ രേഖയുണ്ട്, അവിടുത്തെ ചെങ്കച്ചുള്ളയുടെയും കരിഞ്ചുള്ളയുടെയും ഒക്കെ ആ രേഖ വെളിയിൽ വന്നാൽ കുഴപ്പമാണ്. അതുകൊണ്ടാണ് അയാളെ കൊന്നത്, ആ രേഖ എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇതുവരെ ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തിയോ? ഇസ്മയിനോട് ചോദിച്ചോ എന്താ സംഭവിച്ചത്? ഇത് പിറ്റേ ദിവസം രാവിലെ ഈ കൊച്ച് ചെങ്ങന്നൂർ ചെന്നിട്ട് ആ കൊച്ച് വിളിച്ചിട്ട് എന്തിയ ഭർത്താവ് ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിക്കുന്നു, കുഴപ്പമാണോ? അവസാനം തന്നെ അറിയാവുന്ന ഒരാളെ വിളിച്ചപ്പോൾ പറയുന്നു ആ ഒരു ഫോൺ കോൾ ആണല്ലോ പ്രധാനം. ആ ഫോൺ കോൾ കിട്ടിയ ആൾ നേരെ ചെന്നു എവിടെ, ക്വാർട്ടേഴ്സിൽ. കൊല്ലപ്പെട്ടതാര്? വൈകിട്ട് 6 മണിക്ക് അവൻ തന്നെ. അവൻ ചെന്നപ്പോഴോ അകത്ത് കയറിയോ? കയറിയില്ല.